ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ. അപ്പോൾ നമ്മളിതാ നമ്മളെ ഡയറ്റിലും അതേപോലെ വർക്കൗട്ടൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് തന്നെ പോകുന്നുണ്ടല്ലോ. വർക്കൗട്ട് ഇപ്പോൾ കാര്യമായിട്ട് വർക്കൗട്ടൊന്നുമില്ല, പക്ഷേ ഡയറ്റ് നമ്മൾ പക്കായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വെയിറ്റ് ലോസ് ആക്കിയ വെയിറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇതിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അത്രയും കൊള്ളൂല എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാലും എനിക്ക് ഞാൻ വിചാരിച്ച ആ ഒരു ടാർഗറ്റ് വെയിറ്റ് ആയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ പിന്നെ ചെക്ക് ചെയ്തിട്ടില്ല. ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള വെയിറ്റ് നമ്മൾ വീഡിയോയിൽ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ നമ്മൾ അടുത്തായിട്ടൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളെ റമദാൻ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ മുകളിലത്തെ ഫ്ലോറിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താഴത്തെ ഫ്ലോറിലും ഇപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 ഡേയ്സൊക്കെ ഒരു 1 വീക്ക് ഏകദേശം എടുത്തിട്ടുണ്ടാവും കേട്ടോ കംപ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ ബേബീസിനൊക്കെ ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോ റൂം അങ്ങനെയൊക്കെ വെച്ചിട്ടാട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അവരെ കാര്യങ്ങളും കൂടെ മാനേജ് ആക്കണമല്ലോ. പിന്നീട് തന്നെ പിന്നെ ഉമ്മ മക്കളെ നോക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ വെച്ചിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. അവരെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഉമ്മാനെ ഏൽപ്പിക്കുക. അപ്പോൾ ഏതായാലും നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്കാണെങ്കിൽ അടുത്ത വീക്കിൽ എക്സാം വരുന്നുണ്ട്. എനിക്കും അക്സിമോക്കൊക്കെ ഒരേ ടൈമിലാണ് കേട്ടോ എക്സാം വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആകുമ്പോഴത്തേക്കും തീർക്കാമെന്നൊക്കെ ഇരുന്നു പ്ലാനിങ്. അപ്പോൾ അതേതായാലും കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിങ്ങനെ കുഞ്ഞു പരിപാടീസ് നമ്മളെ ബേബീസിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീക്കാണ് വരുന്നത്. അപ്പോൾ അവരെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ അറബിക് മന്തിൽ നോക്കുകയാണെങ്കിൽ കേട്ടോ ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരത് മാർച്ച് 9-നാണ് അവർ ശരിക്കും ഇംഗ്ലീഷ് മാസം കൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോമ്പും റമദാനിൽ ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടൊക്കെയായിരുന്നു. വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഫാമിലി അടുത്ത ഫാമിലി നമ്മൾ എൻ്റെ വീട്ടിൽ നിന്നും പിന്നെ ഇക്കാൻ്റെ ഫാമിലിയിലത്തെ അടുത്ത ആൾക്കാർ മാത്രം കേട്ടോ ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ബേബീസിന് ചെറുതായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് കരുതുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേ നമ്മൾ കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാനിങ് കേട്ടോ. അപ്പോൾ ഏതായാലും ആ ഒരു വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ കുഞ്ഞു പരിപാടീസൊക്കെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞ് ഒന്ന് ട്രാക്ക് കയറി വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആ ഒരു ക്ലീനിങ് പരിപാടിയൊക്കെ ആയ സമയത്ത് നമ്മൾ കറക്റ്റ് റൂട്ടീൻസ് ഒന്നും ഫോളോ ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഇതാ എല്ലാതും കഴിഞ്ഞിട്ട് ഒന്ന് നമ്മൾ ട്രാക്കിൽ കയറി ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ക്ലീനിങ് കഴിഞ്ഞെന്ന് പറഞ്ഞാലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോൾ ഇത് ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു തോട്ട് വരുമല്ലോ. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും. ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പരിപാടീസ് ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ആയിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ ക്ലീനിങ് പരിപാടി നടക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ചെറുതായിട്ടൊക്കെ നമ്മൾ വീടൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു ഐഡിയ ഒക്കെ അനുസരിച്ച്. പിന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ കർട്ടൻസ് ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ തവണ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ ആയി കുഞ്ഞുലിയാക്കാട് പിന്നാലെ അടുക്കായിരുന്നു കർട്ടൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തവണ ഏതായാലും സാധിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനിടയിൽ ചെറിയ നമ്മളെ കിച്ചണിലേക്ക് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ആറയിൽ ഓഫറിൻ്റെ ടൈമിൽ കുറച്ച് പർച്ചേസ് ചെയ്ത് അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടേബിളിൽ ജസ്റ്റ് ഒന്ന് ടേബിൾ കവർ ചെയ്യുന്ന ആ ഒരു വാൾ സ്റ്റിക്കർ വെച്ചിട്ട് ടേബിളൊന്ന് കവർ ചെയ്തെടുത്ത് അങ്ങനെ കുഞ്ഞു സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് നമ്മൾ വീട് മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മോർണിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ കാണിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ വേറെ രീതിക്കും വീഡിയോസ് വേറെ രീതിക്കുമാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയിക്കണമല്ലോ എന്നുള്ള രീതിയിലാട്ടോ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഇപ്പോൾ അത് ഉപ്പ ചന്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് ആയിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് നമ്മൾ പച്ചമുളകിൻ്റെ ആ നെട്ടിയൊക്കെ മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം സ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിങ്ങനെ മാറ്റിയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ
അസിമോൾ മദ്രസയിൽ പോയതാണ്. അവൾക്ക് സ്കൂൾക്കുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ചോറ് അവൾ സ്കൂളിൽ നിന്ന് തന്നെ കേട്ടോ കഴിക്കുക. അവൾ സ്കൂളത്തെ ചോറ് വാങ്ങിയിട്ടാണ് കഴിക്കുക. അപ്പം ജസ്റ്റ് സ്നാക്സും പിന്നെ ചോറിലേക്കുള്ള ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരു സൈഡായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറുതായിട്ട് എന്തെങ്കിലും കൊടുത്തേക്കൂട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സോയാബീനാണ് കൊടുത്തേക്കാൻ കരുതുന്നത്. സ്നാക്സായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കേട്ടോ കൊടുത്തേക്കാം. അപ്പോൾ അവൾ മദ്രസ വരുന്നതിന് മുമ്പ് അതൊക്കെ സെറ്റാക്കി റെഡിയാക്കി എടുക്കട്ടെ ചെയ്യുക. അപ്പോൾ ഏതായാലും അതൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾക്ക് മോർണിംഗ് അവൾ ക്ലാസ്സിന് മദ്രസയിൽ പോകുന്ന സമയത്ത് അവൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് വിടുക. അപ്പം ഇനി വന്നിട്ടുണ്ടെങ്കിൽ അതന്നെ കൊടുത്താൽ ചിലപ്പോൾ കഴിക്കൂല കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് അവൾക്ക്. അപ്പോൾ ഞാൻ അവൾക്ക് മദ്രസ വിട്ട് വന്നതിന് ശേഷം കഞ്ഞിയാണ് റെഡിയാക്കി കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് ഇങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ സോയാബീനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം അവളെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് സെറ്റാക്കിട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും അവൾ മദ്രസ ഇട്ട് വന്നു. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ബേബീസിനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരങ്ങനെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവളെ വന്നിട്ട് ഇനിയിപ്പോൾ അവളെ പിന്നാലെ നടക്കണം കേട്ടോ ഒരു അരമണിക്കൂർ. അവൾ മദ്രസ ഇട്ട് വന്നു കഴിഞ്ഞാൽ കഞ്ഞിയൊക്കെ കണ്ടാൽ കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ സോപ്പ് ഇട്ടിട്ടൊക്കെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ യുദ്ധം എന്നുണ്ടാവും കേട്ടോ അവൾ. അപ്പോൾ ചെറുതായിട്ട് മിഠായിയൊക്കെ കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സോപ്പ് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇത് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കഥ തന്നെ വലിയ കഥ തന്നെ പറയാനുണ്ടാവും കേട്ടോ ആൾക്ക്. ആ കഥ പറഞ്ഞ ഇടയിൽ കൂടെ ഇങ്ങനെ ഇടയിലായിട്ട് അങ്ങനെ കൊടുക്കണം കേട്ടോ. പിന്നെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കുടിച്ച് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ മാക്സിമം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കലുണ്ട്. ഏതായാലും അതൊരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചങ്ങനെ കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അനുബേബി ഒക്കിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അനുബേബി കണ്ടിട്ടില്ല. അനുബേബി കണ്ടിട്ടുണ്ടെങ്കിൽ ആളും വരും കേട്ടോ. അപ്പം അവർക്ക് ഇതപ്പോൾ കഞ്ഞി കൊടുക്കാനുള്ള ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കണുണ്ടപ്പോൾ അവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 പേർക്കും കൂടി ഞാൻ ഒരുമിച്ചിട്ടാണ് കൊടുക്കാറ്. പക്ഷേ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരെയും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നടക്കൂല കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പോയി കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അസിമോക്ക് പിന്നെ അവസാനം മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കേണ്ടി തന്നെ വന്നിട്ടോ. ആൾ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് ഫോണൊക്കെ ഒന്ന് ജസ്റ്റ് ഈ ഒരു മുടി കെട്ടണ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം കഴിഞ്ഞ ഉടനെ തന്നെ ഞാനത് വാങ്ങിയിട്ട് വെക്കും കേട്ടോ. അങ്ങനെ അധിക സമയമൊന്നും കൊടുക്കാറില്ല. ആദ്യമൊക്കെ ഒരുപാട് ഫോൺ യൂസ് ചെയ്ത ആൾ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കാർട്ടൂൺസും സംഭവങ്ങളൊക്കെ ഒരുപാട് കണ്ടിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ അതിന്മേൽ അഡിക്റ്റ് ആവാൻ സമ്മതിക്കാറില്ല കേട്ടോ. മാക്സിമം ഞാൻ ശ്രമിക്കലുണ്ട്. നമ്മൾ ബേബീസിനെ ആയാലും വല്ലാണ്ടൊന്നും ഫോൺ കൊടുത്തിട്ട് അങ്ങനെ എൻഗേജ്ഡ് ആക്കി ഇരുത്താറില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ആളെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി വിട്ടിട്ടുണ്ട്. മദ്രസയിൽ പോകുമ്പോൾ ആൾ കുളിച്ചിട്ടാണ് പോകും. അപ്പോൾ മുടി ഉണങ്ങാത്തതുകൊണ്ട് തന്നെ സാധാ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാർന്നിട്ട് പോകും. പിന്നെ വന്നതിന് ശേഷമാണ് നമ്മൾ ഹെയറൊക്കെ സെറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു 10:30 ആയപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇന്ന് ഗ്രീൻ പീസും വീറ്റ് ദോശയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ 2 പേരും വന്ന് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ കൂടെ കയറ്റി ഇരുത്തി നമ്മളിങ്ങനെ കഴിക്കണതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ചിലപ്പോൾ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ കയറ്റിയിരുത്തും ചെയ്യും കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ തുടയ്ക്കലും വാഷിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ നമ്മളെ ബേബീസിൻ്റെ ഫ്രഷ് ആവൽ ഒക്കെ കഴിഞ്ഞിട്ടോ. ഡയപ്പർ ചേഞ്ചിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അവർക്ക് കഞ്ഞി കൊടുക്കുന്ന ടൈമാണ്. അപ്പോൾ അവർക്ക് ഞാൻ കഞ്ഞിയിലേക്ക് നമ്മൾ ഈ ഒരു പട്ടാണി നമ്മൾ രാവിലത്തെ സംഭവങ്ങളുണ്ടല്ലോ അതിപ്പോൾ നമ്മൾ കൂടുതൽ മിക്ക ദിവസങ്ങളും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് കടല പട്ടാണി അല്ലെങ്കിൽ കാബോളി അങ്ങനത്തെ സംഭവങ്ങൾ എന്തായാലും ഉണ്ടാക്കും കേട്ടോ നമ്മൾ ബേബീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ കഞ്ഞിയിലേക്ക് സൈഡായിട്ട് കൊടുക്കുന്നത്. അത് അവർക്ക് ഇഷ്ടം കേട്ടോ. അധികം എരിവൊന്നും ഇടാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ കഞ്ഞി ഒരു വിധത്തിൽ കൊടുത്ത് ഒപ്പിച്ചതിന് ശേഷം അവർ ഉറക്കുന്ന പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ ഉറക്കുകയാണെന്ന് പറഞ്ഞാൽ അവർക്ക് 2 വയസ്സായി, ഫീഡിങ്ങൊക്കെ സ്റ്റോപ്പാക്കാറായിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഉറങ്ങുന്ന സമയത്ത് എത്ര വയറ് ഫില്ലാണെങ്കിലും ഫീഡ് ചെയ്യാതെ അവർ ഉറങ്ങൂല കേട്ടോ. അപ്പോൾ ഏതായാലും 2 പേർക്കും ഫീഡൊക്കെ ചെയ്തതാ 2 പേരെ ഉറക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഞാൻ തൊട്ടിൽ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. 2 പേരും ഇങ്ങനെ കട്ടിൽ തന്നെ കിടത്തി ശീലിപ്പിക്കണ ആ ഒരു തന്ത്രപ്പാടിലാണ്. അപ്പം ഇങ്ങനെ പാട്ടൊക്കെ പാടി താലോലൊക്കെ പാടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും ആൾക്കാർ ഉറങ്ങിട്ടോ. കാരണം അവർക്ക് നല്ലപോലെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിയും പിന്നെ വയറൊക്കെ ഒന്ന് ഫില്ലായിട്ടുണ്ടല്ലോ. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ മയക്കം വന്നിട്ടോ.
നമ്മൾ ബേബീസൊക്കെ ഉറങ്ങി ഞാൻ ലഞ്ചൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്നൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. പുറത്തെന്ന് വെച്ചാൽ നമ്മൾ ടൗൺ വരെ ചെമ്മാട് ഒന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ ബസ്സിലാണ് പോകുന്നത്. പിന്നെ ഇക്കാടെ സിസ്റ്റർ ചെമ്മാട്ടേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ബേബീസിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡ്രസ്സും ചപ്പല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വിചാരിച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാൻഡായിട്ടൊന്നും നടത്തുന്നില്ല, എന്നാലും നമുക്ക് കുഞ്ഞു സന്തോഷമാണല്ലോ. ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബർത്ത്ഡേക്കൊക്കെ അവരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കളറാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് ഏതാ എടുത്തതെന്നൊന്നും നമ്മൾ കാണിക്കുന്നില്ല, അത് നമുക്ക് നമ്മുടെ ബർത്ത്ഡേൻ്റെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കിയതിന് ശേഷം ഇതാ നമ്മൾ ബേബീസിന് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഡ്രസ്സ് രണ്ടുപേർക്കും ഒരേപോലെ വേണമല്ലോ. അപ്പോൾ അവർക്ക് കറക്റ്റ് രണ്ടാൾക്കും ഒരേപോലത്തെ സൈസ് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഒരുപോലത്തെ സൈസ് ഉണ്ടാകുമ്പോൾ ഒരേ സംഭവം ഒരേപോലത്തെ സൈസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കളർ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയൊക്കെ കേട്ടോ പ്രശ്നം. അപ്പോൾ നമ്മൾ അനുബേബിക്ക് എടുക്കണതിൻ്റെ നേരെ താഴെയുള്ള സൈസാണ് അനുബേബിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാ ഡ്രസ്സും കിട്ടുള്ളൂ കേട്ടോ. ഒന്ന് മേടിയാണെങ്കിൽ ഒന്ന് ലാർജ്, അങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഏതായാലും ഇത്തവണയും കിട്ടിയത് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ പെട്ടെന്ന് സെറ്റായി. പിന്നെ നമുക്ക് ഒരു 2 hour വരെ നമ്മൾ ഈ ഒരു ഷൂ തിരഞ്ഞിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവർക്ക് ഷൂ നമുക്ക് ഒരുപോലത്തെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ സൈസ് സെയിം ആയിട്ടുള്ള സൈസ് ഒരേപോലത്തെ കിട്ടില്ല. അതും കളർ ചേഞ്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡലൊക്കെ ആണെങ്കിലാണ് ഒരേപോലത്തെ സൈസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ഷൂ ഒക്കെ ആയിരുന്നിട്ട് നോക്കിയത്, പക്ഷെ അതൊന്നും നമുക്ക് പറഞ്ഞ സൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് അവസാനം നമ്മൾ വിചാരിക്കാത്ത വേറൊരു മോഡൽ ഇതാ ഈ ഒരു കാഷ്വലായിട്ടുള്ള ടൈപ്പിലാട്ടോ നമുക്ക് കിട്ടിയത്. അതന്നെ സൈസ് വന്നിട്ട് ഒരാളത് 18 ഒരാളത് 19 ആണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് എടുത്തിട്ട് പോകുന്നു കേട്ടോ. പിന്നെ അവർ പറഞ്ഞു നമുക്ക് എത്തിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ അത് 10 days ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വിചാരിക്കണേ ഇനി ഇവർക്ക് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ആദ്യം വന്നിട്ട് പറഞ്ഞു പോകേണ്ടി വരും, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.